കുറച്ച് ഇരിക്കാനുള്ള അവസരം സിന്ധുമോളൊക്കെ അനുവദിക്കും. പക്ഷെ നിങ്ങൾ അങ്ങ് ഇരുന്ന് കളയോ എന്നുള്ള പേടിയാണ് അവരുടെ. ഇനി ഇങ്ങനെ ഓഗസ്റ്റ് 15 സെപ്റ്റംബർ 15 സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. അതോ? അപ്പോ അല്ല, ഈ സ്ത്രീ ശാക്തീകരണം ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഈ സ്ത്രീ ശാക്തീകരണം ഉണ്ടാവുമോ? ബസ്സിൽ ഫ്രീ കൊടുത്താൽ സ്ത്രീ ശാക്തീകരണം? ഒരു വളരെ ബാലിശമായ ചോദ്യമാണ്. ഞാൻ പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ തലങ്ങളിൽ നമ്മൾ ഇത് കൊടുക്കുമ്പോഴാണ് സ്ത്രീ ശാക്തീകരണം ഉണ്ടാവുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഒറ്റ ഒരു തീരുമാനം കൊണ്ട് വരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോ ഇതെല്ലാം അതിന്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. പ്രൈവറ്റ് ബസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു ശരിയാണ്, പ്രൈവറ്റ് സെക്ടറും നമുക്ക് ആവശ്യമുള്ള. പക്ഷേ ഉണ്ടല്ലോ, പ്രൈവറ്റ് സെക്ടറുകാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു അവസരമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓടിക്കുന്ന സ്പീഡ്, നിങ്ങൾ കൊച്ചി നഗരത്തിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്, ഇപ്പൊ എറണാകുളത്താണല്ലോ ഇരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ ഏറ്റവും അധികം പ്രൈവറ്റ് ബസ് ഓടുന്ന ഒരു സ്ഥലമാണ്. ഈ കൊച്ചി നഗരത്തിൽ പ്രൈവറ്റ് ബസിന്റെ ഓട്ടം കൊണ്ടുണ്ടായിട്ടുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ അത്ര ഒരു ശ്രദ്ധയുമില്ലാതെ മദ്യപിച്ച് ഓടിക്കുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെ ഉണ്ട്. നമ്മുടെ എത്ര കേസുകളാണ് വന്നിട്ടുള്ളത്. അപ്പോ അതായത് സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല. നമ്മൾ ഏത് സർവീസ് ആയാലും പ്രൈവറ്റ് സർവീസ് നടത്തുമ്പോൾ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് വേണം. ആ കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുക. കാരണം എന്താണെന്നറിയാമോ? അതുപോലാണ്, പേടിച്ചാണ് വഴി യാത്രക്കാർക്ക് അല്ല, പ്രൈവറ്റ് ബസ്സിലൊക്കെ സ്പീഡ് ഗവർണേഴ്സ് വെച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. സ്പീഡ് ഗവർണേഴ്സ് വെച്ചിട്ടുണ്ട്. അതിനൊരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ഒരു പക്ഷേ 1-2 ഇൻസിഡന്റ് കണ്ടുകൊണ്ട് തോന്നുന്നതായിരിക്കും. ജനറലൈസ് ചെയ്ത് പറയരുത്. ഞാൻ ഇതിന്റെ KSRTC MD എന്നുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നു. ഞാൻ ഇവിടെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വലിയ കഷ്ടമാണ് പ്രൈവറ്റ്. അവരുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ടൈം എടുക്കണം. KSRTCക്ക് ടൈം ഒന്നുമില്ല. ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, സാറേ തച്ചങ്കർ സാർ വന്നിട്ടുണ്ട്, ഒരു കോട്ട ഇടറാ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് വണ്ടി വെച്ച് വണ്ടി ഇവിടെ ആര് ചോദിക്കാൻ, ആരോട് ചോദിക്കാതിരിക്കാൻ. ഇവർക്കത് പറ്റൂ. എല്ലാം നിയന്ത്രണങ്ങളാ. അപ്പം അവര് എക്സിസ്റ്റൻസിന് വേണ്ടി ബുദ്ധിമുട്ട് കാണും. എന്തു പറഞ്ഞാലും ശരി, KSRTC ഒരിക്കലും കേരളത്തിൽ നിന്ന് ഇല്ലാതാകത്തില്ല. അത് ജനങ്ങളുടെ തീരുമാനമാണ്. ഇപ്പൊ ഈ ഫ്രീ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു തകരാനും പോലും. ഞാൻ പറഞ്ഞു, ഇപ്പൊ 5000 കോടി എന്ന് പറഞ്ഞാൽ ഒരു മാസം ശമ്പളം കൂടെ എത്ര? കേരളത്തിന്റെ മൊത്തം ചെലവ് മജോറിറ്റി അവിടെ SKക്ക് അറിയാലോ. മൊത്തം ചെലവിന്റെ മജോറിറ്റി എവിടെ പോകുന്നത്? 3.5 കോടി ജനങ്ങൾ, 5 ലക്ഷം സർക്കാർ ജീവനക്കാർ. 5 ലക്ഷം ഉള്ളൂ. 3.5 കോടി രൂപ ജനങ്ങൾ, 5 ലക്ഷം. ഈ 5 ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ 70% പൈസ പോകുന്നത്. 70%. അപ്പൊ പിന്നെ ഈ സ്ത്രീകൾക്ക് ഇത്ര കൊടുത്താൽ തന്നെ കുഴപ്പം. അവര് അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ, അതാ സ്ത്രീ പറഞ്ഞത്, എന്റെ മാഡം പറഞ്ഞത്. രാവിലെ എഴുന്നേൽക്കുക, കൊച്ചുങ്ങളെ കുടിപ്പിക്കുക, ഭക്ഷണം വെക്കുക, ഉച്ചക്കത്തേക്ക് പിന്നെയും വെക്കുക. ഈ സ്ത്രീകൾക്ക് ഒരു സൗജന്യം കൊടുത്തുകൊണ്ട് ഇവിടെ ആകാശം വരാൻ പറ്റുന്നുള്ളൂ. വേറെ എത്രയോ സൗജന്യങ്ങൾ ഇവിടെ കൊടുക്കുന്നു. ഇതുകൊണ്ട് ഇവിടെ താഴെ പോകാനും പോകുന്നില്ല. അപ്പൊ അത് KSRTC ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുക. അങ്ങനല്ല, KSRTCയിൽ ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടി എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും.